മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ. വായ്പ എഴുതിത്തള്ളാനുള്ള ശുപാർശ നൽകാൻ അധികാരമില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ നിയമത്തിലെ അനുബന്ധ വകുപ്പ് മാർച്ചിൽ ഭേദഗതി ചെയ്തതാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, ഇനി ആ പ്രതീക്ഷ വേണ്ടയല്ലേ? ദുരന്തബാധിതർക്ക് ലോണുകൾ എഴുതിത്തള്ളുക എന്ന പ്രതീക്ഷ ഇവിടെ അവസാനിക്കുകയാണോ? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവരുടെ വായ്പ എഴുതിത്തള്ളുക എന്നത്. അക്കാര്യം എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹൈക്കോടതി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യം നിങ്ങൾ വീണ്ടും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത നിവാരണ നിയമത്തിലെ അനുബന്ധമായ വകുപ്പുകൾ ഉപയോഗിച്ച് അതിന്റെ സാധ്യത ഉപയോഗിച്ച് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യം ചെയ്യാനാകുന്നതെല്ലാം ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിലാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന കാര്യമാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. വായ്പ എഴുതിത്തള്ളാൻ ശുപാർശ നൽകാൻ അധികാരമില്ല എന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ മാർച്ചിൽ ഈ ദുരന്ത നിവാരണ നിയമത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ അത് നിയമം ഭേദഗതി ചെയ്തു. ഈ സാഹചര്യത്തിൽ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന കാര്യമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുന്ന നിലപാട്. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അങ്ങനെ ആ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ഒരു വായ്പയും എഴുതിത്തള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലാതെ